റംദാൻ മണിക്കൂറുകൾ അവശേഷിച്ചിരിക്കെ പാകിസ്ഥാനിലെ പക്തൂൺ മേഖലയിലെ ഒരു മസ്ജിദിൽ ചാവേർ ബോംബ് സ്ഫോടനം നടന്നിരിക്കുന്നു. ആ ചാവേർ ബോംബ് സ്ഫോടനത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. താലിബാൻ്റെ ഒരു പഠന കേന്ദ്രം എന്ന നിലയിൽ അറിയപ്പെടുന്ന പക്തൂൺ പ്രവിശ്യയിലെ അഖോട്ട ഘട്ടക്കിലുള്ള ഒരു മദ്രസയിലാണ്, അതായത് താലിബാൻ അനുകൂല മദ്രസയായ ജാമിയ ഹക്കാനിയിലാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. ഈ മദ്രസയിലാണ് താലിബാൻ്റെ ഇന്നുള്ള പല നേതാക്കളും പഠനം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ താലിബാന്റെ പിതാവ് എന്നറിയപ്പെടുന്ന മൗലാന സമീ ഉൽ ഹക്കിൻ്റെ മകനായ ഹമീദ് ഉൽ ഹക്കാനി ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. ഇതോടെ കട്ടക്കലിപ്പിലായ താലിബാൻ വലിയ തിരിച്ചടിക്ക് ഒരുങ്ങുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇവിടെ നടന്ന ചാവേർ സ്ഫോടനത്തിന് പിന്നിൽ ഏത് സംഘടനയാണ് എന്ന കാര്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഒരു സംഘടനയും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റിട്ടില്ല. പാക് സൈന്യം നടത്തിയ ഒരു ആക്രമണം, അല്ലെങ്കിൽ പാക് സൈന്യം സ്പോൺസർ ചെയ്ത ഒരു ആക്രമണമായിട്ടാണ് താലിബാൻ ഇതിനെ കരുതുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി താലിബാൻ തീവ്രവാദികളെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രമെന്ന നിലയിൽ ഇത് കുപ്രസിദ്ധമായിരുന്നു. ഈ ഒരു മദ്രസ, ഈ മദ്രസയുടെ ഒരു പ്രഭവ കേന്ദ്രത്തിൽ നിന്നുകൊണ്ടായിരുന്നു താലിബാൻ ഈ പക്തൂൺ മേഖലയിൽ പിടിമുറുക്കിയിരുന്നത് ഏറെയും. അതുകൊണ്ട് തന്നെ ഇവിടെ നടന്ന സ്ഫോടനത്തിൻ്റെ പിന്നിൽ പാക് സൈന്യമാണെന്ന് താലിബാൻ കരുതുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി പാക് സൈന്യവും താലിബാനും തമ്മിൽ നിരന്തരം പോരാട്ടം അതിർത്തിയിൽ നടക്കുന്നു. അതിർത്തി കഴിഞ്ഞും താലിബാൻ സേന പാകിസ്ഥാനിൽ കടന്നു കയറിയതും വലിയ വാർത്തകൾ തന്നെയായിരുന്നു. ഏതായാലും അത്യന്തം സംഘർഷഭരിതമായ പാകിസ്ഥാനിൽ ഇപ്പോൾ വല്ലാത്ത ഒരു ഭീതിയിലാണ്. കാരണം പക്തൂൺ മേഖലയിലേക്ക് താലിബാൻ ഇരച്ചെത്തുമോ, പാകിസ്ഥാൻ്റെ വിവിധ മേഖലകളിലേക്ക് സംഘർഷം പടരുമോ എന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.